സുബ്ഹാനല്ലാഹ്. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, 3 വിഭാഗം ആളുകൾക്ക് വലിയ നാശമുണ്ടാകും, 3 വിഭാഗം ആളുകൾക്ക് വലിയ നാശമുണ്ടാകും എന്ന് ഖുർആൻ പറയുകയാണ്. അവരുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ വരാനുണ്ട്. അല്ലാഹുവേ, ആരാണ് ആ 3 വിഭാഗം എന്നറിയോ? അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. ചിട്ടയില്ലാതെ, നിയമമില്ലാതെ, മാധുര്യമില്ലാതെ നമസ്കരിക്കുന്നവരാ. തോന്നിയതുപോലെ നിസ്കരിക്കാം, ആര് പറഞ്ഞാലും കേൾക്കില്ല. അങ്ങനെയല്ല ചെയ്യുന്നത്, ഇങ്ങനെയാണെന്ന് പറഞ്ഞാലും എന്നെ ആരും പഠിപ്പിക്കാൻ വരണ്ടെന്നാ ചിലരുടെ ധാരണ. ഒരു ചിട്ടയില്ല, ഒരു ശ്രദ്ധയുമില്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടാം. പേര് നമസ്കാരം എന്ന്. അല്ലാഹുവേ, വലിയ അദാബാണത്. ഇത് ഞാനല്ല പറയുന്നത് മുഅ്മിനേ, നിന്റെ റബ്ബ് തന്നെ പറയാൻ, ഈ നിസ്കാരം നാശത്തിനാണ്, ഈ നിസ്കാരം നാശത്തിനാണ്. എടോ, വെള്ളം കുടിച്ചാലും രുചി വേണം, ഭക്ഷണം തിന്നാലും അതിന് രുചി വേണം. എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ രുചി വേണ്ടേ? രുചിയില്ലാതെ എന്ത് കഴിച്ചിട്ടെന്ത് കാര്യം? നമസ്കാരം ഒരു മാധുര്യമാണ്, ഈമാൻ ഒരു മാധുര്യമാണ്. അതിന് രുചിയില്ലാതെ വന്നാൽ പിന്നെ അതിൽ ഫലമില്ല. നമസ്കരിക്കുന്നവന് നമസ്കാരം കൊണ്ട് ഹൃദയ സാന്നിധ്യം വരണം, സമാധാനം വരണം, സന്തോഷം വരണം, മാനസിക ഉല്ലാസം വരണം. മുഅ്മിനേ, ചിട്ട വേണം, നമസ്കാരത്തിൽ ശ്രദ്ധ വേണം, നിയമങ്ങൾ പാലിക്കണം, ഉത്തരവാദിത്വം വേണം. സുബ്ഹാനല്ലാഹ്, സമയക്രമം പാലിക്കണം. ഇതൊന്നുമില്ലാത്ത നമസ്കാരം നാശത്തിലാണെന്ന പരിശുദ്ധമായ ഖുർആൻ. ആരാണ് രണ്ടാമത്തെ വിഭാഗം? അല്ലദീന ഹും യുറാഊൻ. ഞാൻ ചെയ്യുന്നതൊക്കെ ആളുകൾ അറിയട്ടെ എന്ന് ചിന്തിക്കുന്നവർ. എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് അതൊക്കെ മറ്റവർ അറിയട്ടെ. ഞാൻ എന്റെ ഉമ്മായെ സ്നേഹിക്കുന്നത്, സഹായിക്കുന്നത്, മാതാപിതാക്കൾക്ക് എന്തെങ്കിലും കൊടുക്കുന്നത്, കൂടപ്പിറപ്പിനും കൂട്ടുകാർക്കും ചെയ്യുന്നത്, പാവങ്ങൾക്ക് ചെയ്യുന്നത്, സമുദായത്തിന് ചെയ്യുന്നത്, പള്ളിക്ക് ചെയ്യുന്നത്, അല്ലാ ആളുകൾ എന്തും പറയട്ടെ. പക്ഷേ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരിക്കൽ പോലും ഇത് മറ്റൊരാൾ അറിയണമെന്ന് ചിന്തിക്കരുത്. അങ്ങനെ ചെയ്യുന്ന കാര്യങ്ങൾ ലോകമാന്യതയ്ക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം നാശത്തിലാണ്. മറ്റുള്ളവരുടെ അംഗീകാരം ലഭിക്കാൻ നീ എന്തെങ്കിലും ചെയ്തു പോയാൽ അതൊരിക്കലും നല്ലതിൽ അവസാനിക്കില്ല, അത് നാശത്തിലാണ്. ആര് പറഞ്ഞു? പരിശുദ്ധമായ ഖുർആൻ. മൂന്നാമത്തെ വിഭാഗം ആരാണ്? വയംനഊനൽ മാഊൻ. അല്ലാഹുവേ, നിനക്കല്ല, നിന്റെ സഹോദരന്, നിന്റെ കൂട്ടുകാരന്, കുടുംബക്കാരന്, അതേ മറ്റൊരാൾക്ക് ലഭിക്കുന്ന അനുഗ്രഹം തടയാൻ അതിന്റെ തടസ്സം നിന്നാൽ, അത് മുടക്കാൻ നീ ശ്രമിച്ചാൽ അത് നാശമാണെന്ന് ഖുർആൻ.